കായംകുളം പേട്ട മൈതാനിയിലെ ടോയ്ലറ്റ് ബ്ലോക്കിന് കായംകുളം ജനകീയ പ്രതികരണ വേദി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി കായംകുളം നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത പൊതുസ്ഥലങ്ങളിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് നഗരസഭ വിലക്കേർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു റീത്ത് വെച്ചത്. കായംകുളം പേട്ട മൈതാനിയിലെ ടോയ്ലറ്റ് ബ്ലോക്കിന് ജനകീയ പ്രതികരണ വേദി റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത നഗരസഭ പ്രാഥമിക കാര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് ജനകീയ പ്രതികരണ വേദി നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. ടോയ്ലറ്റ് ബ്ലോക്കിന്റെ മുമ്പിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ഒരു പുതിയ ഉത്തരവ് നിലവിൽ വന്നു. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ, കായംകുളം നഗരത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഫൈൻ അടപ്പിക്കാനുമുള്ള നടപടികൾ നിയമമാക്കി കഴിഞ്ഞു. ഇനി അത് പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് വന്നു. ഈ നടപടികളിലോട് ഞങ്ങൾക്കാർക്കും, പ്രതികരണ വേദിക്കോ വ്യക്തിപരമായോ ഞങ്ങൾക്കാർക്കും പ്രതിഷേധമില്ല. പക്ഷേ നഗരത്തിലെത്തുന്ന ആളുകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ട സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ട നഗരസഭ ആ ബാധ്യത ചെയ്യാതെ മൂത്രമൊഴിക്കാൻ പാടില്ല, മറ്റ് ടോയ്ലറ്റിൽ പോകുന്ന അടക്കമുള്ള നടപടികൾ പാടില്ല എന്ന് പറയുന്നതിലാണ് പ്രതിഷേധം. ദേശീയ തലത്തിൽ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട്, ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ നഗരസഭയ്ക്കും ലക്ഷങ്ങളും കോടികളുമാണ് ഗ്രാൻഡായി ഓരോ വർഷവും ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കായംകുളം നഗരസഭയ്ക്കും കോടിക്കണക്കിന് രൂപയാണ് ഈ വകയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പണമൊക്കെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് കായംകുളത്തുള്ളത്. ഇപ്പോൾ ഇവിടെ വേണു സൂചിപ്പിച്ചതുപോലെ പുരാതന കായംകുളം നഗരത്തിൽ, കായംകുളം ഈ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതി പണ്ടിവിടെ പ്രവർത്തിച്ചിരുന്നതിന് സമീപം റോഡ് സൈഡിൽ മൂത്രപ്പുരയുണ്ടായിരുന്നു, മാർക്കറ്റിൽ മൂത്രപ്പുരയുണ്ടായിരുന്നു, പഴയ KCTയുടെ അപ്പുറത്ത് ഇപ്പോഴത്തെ കോടതിയുടെ അവിടെ റോഡിൽ മൂത്രപ്പുരയുണ്ടായിരുന്നു. അങ്ങനെ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം മൂത്രമൊഴിക്കാനുള്ള സൗകര്യമെങ്കിലും പഴയ കാലത്തുള്ള ഭരണാധികാരികൾ ചെയ്തു വച്ചിരുന്നുവെങ്കിൽ ഈ പിൽക്കാലത്ത് വന്ന ഭരണാധികാരികൾ ഇതൊക്കെ പൊളിച്ചു മാറ്റിയതല്ലാതെ, ഈ സൗകര്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തതല്ലാതെ പുതിയതായി ഒന്നും ജനങ്ങൾക്ക് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രതിഷേധം ഉന്നയിക്കുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് 10 ലക്ഷം രൂപ വിനിയോഗിച്ച് പോലീസ് സ്റ്റേഷന് സമീപം പേട്ട മൈതാനിയിൽ നഗരസഭ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും വെള്ളം ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാത്തതിന്റെ പേരിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്ത കംഫർട്ട് സ്റ്റേഷന്റെ മുന്നിലാണ് പ്രതികരണ വേദി റീത്ത് വെച്ചുള്ള പ്രതിഷേധം നടത്തിയത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് MB ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി ആശുപത്രി പരിസരത്തും മാർക്കറ്റിലും ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചെങ്കിലും ഉദ്ഘാടന ശേഷം ഇവ പ്രവർത്തിച്ചിട്ടില്ല. കായംകുളം നഗരത്തിൽ പോലീസ് സ്റ്റേഷന് സമീപവും ബസ് സ്റ്റേഷനിലും മാർക്കറ്റിലും കോടതി പരിസരത്തും ഉണ്ടായിരുന്ന മൂത്രപ്പുരകൾ പൊളിച്ചതല്ലാതെ പുതിയതൊന്നുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പാർക്ക് മൈതാനത്തിന് സമീപം ഉണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ രൂപഭേദം വരുത്തി ഹോട്ടലാക്കി നൽകിയിരിക്കുകയാണ് നഗരസഭ. വർഷം തോറും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സ്വച്ഛ് ഭാരത് മിഷനിൽ നിന്നും വൻതോതിൽ ലഭിക്കുന്ന ഗ്രാന്റുകൾ നഗരസഭ വകമാറ്റി ചിലവഴിക്കുകയാണെന്നും പ്രതികരണ വേദി പ്രവർത്തകർ ആരോപിച്ചു. സെക്രട്ടറി പുളിയറ വേണുഗോപാൽ, R രതീഷ്, രജിതാലയം രവീന്ദ്രൻ, K ജയചന്ദ്രൻ പിള്ള, C സന്തോഷ് കുമാർ, J രാധാകൃഷ്ണൻ, പൂക്കുഞ്ഞു പൂരശ്ശേരി, ബാബു കോയിപ്പുറത്ത്, R രാജശേഖരൻ, KN കൃഷ്ണകുമാർ, രാജൻ, നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.